ഞങ്ങളുടെ ടൈമിൽ ഞങ്ങൾ എവിടെ വന്നേക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ കസിൻസിന്റെ കൂടെ. ഇവിടെ ഇഷ്ടംപോലെ പൂക്കളും കിളികളും പച്ചക്കറികളും ഒക്കെ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെട്ടാലോ? വാ. ഇതാണ് സൺകോണർ. ഇതിനെ കാണാൻ നല്ല ഭംഗിയല്ലേ? ഇത് കുഞ്ഞുങ്ങളാട്ടോ. നമ്മൾ പറയുന്നതൊക്കെ ഇതിന് കേൾക്കാം. നമ്മൾ പറയുന്നതൊക്കെ ഇത് അനുസരിക്കുകയും ചെയ്യും. ഇതാണ് കോക്ടൈൽ. ഇതിനെ കാണാൻ നല്ല ഭംഗിയല്ലേ? ഇതിന് പല പല കളേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിന്റെ തൊപ്പി കാണാൻ നല്ല രസമല്ലേ? ഇതാണ് ആഫ്രിക്കൻ ലവ് ബേർഡ്. ഇതിന്റെ കഴുത്തൊക്കെ നല്ല ചുമന്ന കളറിലല്ലേ? ഇത് പല പല കളേഴ്സ് ഒക്കെ ഉണ്ട്. പച്ചയുണ്ട്, നീലയുണ്ട്, ചുമപ്പുണ്ട്. ഇവിടെ ഉള്ളത് മഞ്ഞയും ചുമപ്പുവാ. കൂട്ടുകാരെ, ഇതാണ് ഫിഞ്ച്. ഇതിനെ കാണാൻ നല്ല ഭംഗിയല്ലേ? നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളർ ഏതാ? എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വെള്ള കളറാ. ഇതിന് ഇഷ്ടംപോലെ കളറുണ്ട്. ബിസ്ക്കറ്റ് കളറുണ്ട്, കറുപ്പും വെള്ളയുണ്ട്, വെള്ള കളറുണ്ട്, ഗ്രേ കളറുണ്ട്, ഇഷ്ടംപോലെ കളറൊക്കെ ഉണ്ട്. തക്കാളി ചെടി. ഇത് ചെറിയ ചെടിയാ. ഇന്നത്തെ കായൊന്നും പിടിച്ചിട്ടില്ല. ഞങ്ങൾ ഇപ്പൊ തട്ടി വെച്ച ചെടിയായോണ്ട് കായൊന്നും പിടിക്കരുത്. ഈ വെള്ളമൊക്കെ വെച്ച് കായൊക്കെ ആക്കണം. ഇതാണ് കോവയ്ക്ക. എല്ലാവരുടെ വീട്ടിലുള്ള ചെടിയാണ് കോവയ്ക്ക. ഈ പ്രാവശ്യം കുറെ ഉണ്ടായിട്ടുണ്ട് കോവയ്ക്ക ചെടി. പിന്നെ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് ചെറിയ ചെടി ഞങ്ങൾ ഇപ്പൊ നട്ടു വെച്ചതായോണ്ട് തന്നെ ഇനി വെള്ളമൊക്കെ ഒഴിച്ച് ഇതിനെ വലുതാക്കണം. കായ കിട്ടുമായിരിക്കും. പിന്നെ കരിയാപ്പനയുണ്ട്. കുറെ സീഡ്സ് ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ മുളകുണ്ട്. ഇഷ്ടംപോലെ മുളകുണ്ട്. ചീരയുണ്ട്. മുളക് 3 ഉണ്ട്. ഇതാണ് ജാതിക്ക ചെടി. കുറെ കായ്ച്ചിട്ടുണ്ട്. ഞങ്ങൾ മിനിഞ്ഞാന്നോടെ ഇതൊക്കെ പറക്കി ഉണക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറെ കായ്ച്ചിട്ടുണ്ട്. ഇനിയും കായ്ച്ചിട്ടുണ്ട്. ഇനിയോടും പറിക്കണം ഇതൊക്കെ. ഇതാണ് മാങ്ങ. നല്ല മാങ്ങ. ഞങ്ങൾ ഈ പ്രാവശ്യം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെല്ലാം പറിച്ച് വെച്ചേക്കുക. ഞങ്ങൾ പറിച്ചതിന് ശേഷം 2 കായ്ച്ചിട്ടുണ്ട്. ഇല്ല, അതൊന്നും പറിക്കണം. സപ്പോട്ടയ്ക്ക മരം. ഇതിന് സീസൺ വരുമ്പോഴേ ഇത് നിറച്ചും ഉണ്ടാവണം. ഇപ്പം സീസൺ അല്ലാത്തോണ്ട് 1, 2, 3 ഉണ്ടാവണം. സീസൺ ആവുമ്പോ നിറച്ചും ഉണ്ടാവും. ഇത് അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇതിന്റെ പൂ ഇതാണ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ട് എന്റെ ഇതാ, സപ്പോട്ടയ്ക്ക. ഫ്രണ്ട്സ്, ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഇവിടെ കുറെ ചക്ക ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കുറെ ചക്ക പറിച്ച് ഞങ്ങൾ വേവിച്ചിട്ടുണ്ട്, വറുത്തിട്ടുണ്ട്. ചക്ക ഉപ്പേരി ഉണ്ടായിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ചക്കയിൽ ഏറ്റവും താഴെ 2 ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വേണമെങ്കിൽ ചക്ക വേരയിലും കായ്ക്കും കേട്ടോ. മനസ്സിലായിട്ടുണ്ടല്ലോ. പിന്നെ ഇവിടെ കുറെ വലിയ ചക്കയുണ്ട്. മണ്ടയ്ക്ക് വേറെ ചക്കയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇനിയും പഴുത്തിട്ട് വേണം പറിക്കാൻ. ഇത് പഴുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഇതിന് കഴിക്കാൻ തന്നെ. ഞങ്ങൾ കുറച്ച് പഴുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ